കണ്ണൂർ ഡെന്റൽ കോളേജിൽ ജീവനൊടുക്കിയ BDS വിദ്യാർത്ഥി നിധിന്റെ മരണത്തിൽ ആരോഗ്യ സർവകലാശാല അന്വേഷണം ആരംഭിച്ചതായി ആരോഗ്യ സർവകലാശാല വിസി ഡോക്ടർ മോഹനൻ കുന്നുമേൽ. ഗവേണിംഗ് കൌൺസിൽ അംഗം ലഫ്റ്റനന്റ് കേണൽ അജിത് നീലകണ്ഠന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. സമിതി ഉടൻ കോളേജിലെത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇത്തരം കോളേജുകൾ തുടരണമോ എന്നുവരെ ആലോചിക്കുമെന്നും വിസി മാധ്യമങ്ങളോട് പറഞ്ഞു. ഉഴമലയ്ക്കലിലെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേണിംഗ് കൗൺസിൽ മെമ്പർ ലഫ്റ്റനന്റ് ജനറൽ അജിത് നീലകണ്ഠൻ, ഇന്ത്യയിലെ ഏറ്റവും സീനിയർ ആർമി ഓഫീസറായിരുന്ന ലഫ്റ്റനന്റ് ജനറൽ അജിത് നീലകണ്ഠൻ യൂണിവേഴ്സിറ്റിയുടെ ഗവേണിംഗ് കൗൺസിൽ മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റിയുടെ വിദ്യാഭ്യാസ കാര്യാലയം ഡീൻ, അതുപോലെ ഡെന്റൽ ഡീൻ, മെഡിസിൻ ഡീൻ, ഇത്രയും പേരുള്ള സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച അവർ കോളേജിലെത്തുന്നതാണ്. സമഗ്രമായി അന്വേഷിക്കും. ഈ കോളേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അന്വേഷിക്കും. കൃത്യമായ നടപടി, ശക്തമായ നടപടി ആരോഗ്യ സർവകലാശാല നടത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനൊരു സംഭവം കേരളത്തിൽ സംഭവിക്കാൻ പാടില്ല. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, നിധിന്റെ മരണത്തിൽ നീതി തേടി കുടുംബം ആവശ്യപ്പെടുമ്പോൾ ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ നിധിൻ രാജിന്റെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയുണ്ടായി. എന്തെല്ലാമാണ് വിസി മോഹനൻ കുന്നുമേൽ പറഞ്ഞത്? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലോടുകൂടിയാണ് തിരുവനന്തപുരം ഉഴമലയ്ക്കലിലെ നിധിന്റെ വീട്ടിലേക്ക് ആരോഗ്യ സർവകലാശാല വിസി ഡോക്ടർ മോഹൻ കുന്നുമേൽ എത്തിയത്. അദ്ദേഹം വിശദമായി തന്നെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചതിന് ശേഷമാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ ഒരു കോളേജ് പ്രവർത്തിക്കേണ്ടതുണ്ടോ കേരളത്തിൽ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുകയാണ്. ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്താൻ ആരോഗ്യ സർവകലാശാല നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആർമി ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് കേണൽ അജിത് നീലകണ്ഠൻ ഗവേണിംഗ് കൗൺസിൽ അംഗമാണ്. സർവകലാശാലയിലെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘമാണ് ഈ ഒരു അന്വേഷണം നടത്തുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് കണ്ണൂരിലെ ഈ കോളേജിൽ, അഞ്ചരക്കണ്ടിയിലെ ഈ കോളേജിലെത്തി വിശദാംശങ്ങൾ ഈ ഗവേണിംഗ് കൗൺസിൽ അംഗത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ശേഖരിക്കും. അതിനുശേഷം വിശദമായൊരു റിപ്പോർട്ട് തനിക്ക് നൽകും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ എന്നുള്ളതാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. നമുക്കറിയാം, ഈ സംഭവം നടന്നതിന് ശേഷം വലിയ രീതിയിലുള്ള കോളിളക്കങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കൃത്യമായ മാനസിക പീഡനം, അല്ലെങ്കിൽ മാനസികമായി നിധിൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ അവിടെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ ഓരോ ദിവസവും പുറത്തേക്ക് വരികയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് സർവകലാശാല വിസി തിരുവനന്തപുരത്തെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിട്ടുള്ളത്. പുറത്തു വന്നിട്ടുള്ള ഓഡിയോ സംഭാഷണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ച ശേഷമാണ് വിസി ഇത്തരത്തിലൊരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ സമിതി ഉടൻ തന്നെ അഞ്ചരക്കണ്ടിയിലെ കോളേജിലെത്തി വിശദാംശങ്ങൾ തേടും. അതിനുശേഷം ഒരു പക്ഷേ തിരുവനന്തപുരത്തെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി സംസാരിക്കാനുള്ള സാഹചര്യങ്ങളും ഈ ഘട്ടത്തിൽ തെളിയുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ശക്തമായ നിലപാട്, ശക്തമായ നടപടി അഞ്ചരക്കണ്ടിയിലെ കോളേജിനെതിരെ ഉണ്ടാകുമെന്നുള്ളതാണ് വിസി ഡോക്ടർ മോഹൻ കുന്നുമേൽ വ്യക്തമാക്കുകയും ചെയ്തത്. അത് മാത്രമല്ല, ഈ കോളേജുമായി ബന്ധപ്പെട്ട് ഈ കോളേജിന്റെ പശ്ചാത്തലമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നുള്ളതാണ് വിസി വ്യക്തമാക്കുന്നത്. മുൻപ് സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട്. ചില വിദ്യാർത്ഥികൾ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ അടക്കം വന്ന ഇതിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പരാതികളൊക്കെ എവിടെ പൂഴ്ത്തിയെന്നൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ആ പരാതികൾ ആരാണ് പൂഴ്ത്തിയതെന്ന ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. ഇതിനൊക്കെ ഉത്തരം ഒരു പക്ഷേ കോളേജിന്റെ ഡീനും പ്രിൻസിപ്പലും HOD അടക്കമുള്ളവർ നൽകേണ്ടതായിട്ട് വരും. ഇതടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ചതിന് ശേഷമായിരിക്കും വിശദമായ റിപ്പോർട്ട് ഗവേണിംഗ് കൗൺസിൽ അംഗം നൽകാൻ പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും തുടർ നടപടി. എന്തായാലും വിശദമായ അന്വേഷണം നടത്തണം, വേണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുമാത്രമല്ല, കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അഞ്ചരക്കണ്ടിയിലെ കോളേജിൽ നടന്നത് എന്നുള്ളതാണ് ഡോക്ടർ മോഹൻ കുന്നുമേൽ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതേസമയം തന്നെ കുടുംബാംഗങ്ങൾ അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. സഹോദരി ഇന്നും ആവർത്തിക്കുന്നുണ്ട്, തൻ്റെ സഹോദരൻ ഇത്തരത്തിലൊരു ആത്മഹത്യ ചെയ്യില്ല, അവൻ ഇനിയുള്ള കാര്യങ്ങൾ സ്വപ്നം കണ്ട് ജീവിച്ചൊരു വിദ്യാർത്ഥിയാണ്, അനിയനാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നിയമത്തിൻ്റെ മുൻപിൽ വരണമെന്നുള്ളതാണ്. ആ സഹോദരൻ, അനിയൻ മരിച്ചതല്ല, അവനെ കൊന്നതാണ് എന്നുള്ളതാണ്
സഹോദരി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിയമ പോരാട്ടം തുടരുമെന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ ഈ ഘട്ടത്തിലും വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിക്കൊണ്ട് കൃത്യമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകണമെന്നൊരു ആവശ്യം കൂടി ഈ കുടുംബം ഈ മണിക്കൂറിലും ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രി കൂടി ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി മറ്റ് നടപടിയിലേക്ക് കൂടി കുടുംബം കടക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് നിർണായകമായി ആരോഗ്യ സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമേൽ ഉഴമലക്കിലെ നിതിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കാണുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, ശാലിനിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.